ഹലോ വെൽക്കം ബാക്ക് ടു റിഷു വേൾഡ്. അങ്ങനെ നമ്മളെ ചെറിയ ലോകത്തേക്ക് എല്ലാവർക്കും വലുതായിട്ട് വെച്ച സൗണ്ട് വലിയ സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് റീൽസ് ഒക്കെ ചെയ്ത് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഇവിടെ ലോങ് വീഡിയോ ചെയ്യണം, പരിചയപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ് ഒക്കെ വന്ന് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടില്ല. വീഡിയോയുടെ മുമ്പിൽ ഇമ്മച്ചിൻ്റെയും നമ്മളെ ഫസ്റ്റ് വ്ളോഗൊക്കെ തുടങ്ങി. അന്ന് ഇവിടെ ഉള്ളിൽ എന്തോ അടുത്ത് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പം സ്വയം പരിചയപ്പെട്ടുള്ളൂ. താങ്കളുടെ വീട് എവിടെയാണ്, താങ്കൾ എൻ്റെ ആരാണ്, താങ്കൾ എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോടി. അപ്പൊ ഞാന് ആളുടെ വൈഫാണ്. കൊറേ ആദ്യത്തെ വൈഫല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് പരിചയപ്പെട്ട മറ്റേ യൂട്യൂബിലേക്ക് വന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങളെ വൈഫാണ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മള് ലൈവിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടൊക്കെ അറിയാം. പിന്നെ എന്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങള് തൃശ്ശൂർ കല്യാണം തന്നെയാണ്. അത് എത്ര ദൂരത്തുനിന്ന് എല്ലാരും ചോദിക്കും എന്താ എത്ര ദൂരത്തുനിന്നായി. നമ്മളെ നമ്മളെ ലവ് സ്റ്റോറി ഒക്കെ നമ്മളെ അതൊരു വലിയൊരു വ്ളോഗായിട്ട് നമുക്ക് ചെയ്യട്ടാ. ഞങ്ങളൊരു ഈ ലവ് സ്റ്റോറിന്റെ ഒരു കഥ ഉണ്ട്, വലിയ കഥ. നമ്മൾ എനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തിട്ടാണ് ഓക്കെ എന്നെ കിട്ടിയത്. പട്ടിണി കിടന്ന് ഞരമ്പ് മുറിച്ച് ഒക്കെ പ്രശ്നമാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇന്ന് ഒക്കെ കിട്ടി. ഇത്രയും നല്ലൊരു സാധനത്തിന് കിട്ടിയോളൂ. ഇത്രയും ഭാഗ്യം ചെയ്തു. കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ വലിയ ത്യാഗം ചെയ്തിട്ടായിരിക്കും ഓക്കെ എന്നെ കിട്ടിയത്. ഭാഗ്യം അറിയും. അപ്പൊ കല്യാണം നമ്മളെ വീട് എവിടെ ചോദിക്കുമ്പോ തന്നെ എല്ലാരും ചോദിക്കും എന്താ പ്രേമ കല്യാണമാണോ അത്ര ദൂരം. അതുകൊണ്ട് തന്നെ പറയുന്നത് ഞങ്ങള് പ്രേമിച്ച് കെട്ടിയതാണ്. അപ്പൊ പ്രേമിച്ച കഥകളൊക്കെ ആള് പറഞ്ഞ പോലെ നമ്മൾ അടുത്തൊരു ഒരു വ്ളോഗിലായിട്ട് ഇങ്ങനെ പറയണായിരുന്നു. പിന്നെന്താ പിന്നെ വീട്ടില് അപ്പ അമ്മ വല്യമ്മ അനിയൻ അനിയത്തിയാണ്. വീട് പാലക്കാടും തൃശ്ശൂരിന്റെ ബോർഡറിലാട്ടോ. നമുക്കൊരു ബ്ലോഗൊക്കെ വെച്ചു. നമ്മള് നാട്ടിൽ പോയി വലിയ കഥകളൊക്കെ ഉണ്ട്. ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ആകെ കോടൊക്കെ മൂടിയിട്ട് കണ്ണൊന്നും കാണൂല. അപ്പൊ നമുക്ക് വലിയൊരു ബ്ലോഗ് നമുക്ക് നേരത്തെ ഒരു വൈകുന്നേരം തന്നെ ഇറങ്ങിയിട്ട് നമുക്കത് നല്ലൊരു കണ്ടന്റ് ആയിട്ട് എടുക്കാണ്ട്. കാരണം അവിടെ നന്നങ്ങാടി അതുപോലത്തെ ഈ ബീച്ചിപ്പാടം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പകർത്താണ്ട്. നമ്മളൊരു പോണത് മാത്രമല്ല എവിടെ പോയാലും ഉള്ളിലേക്ക് കുറെ കാര്യങ്ങൾ കാണാനും ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് എടുക്കാം. പിന്നെ വേറെന്താ, പാട്ട് പാടിയതിന് ഇതിനു മുമ്പ് കുറെ ആൾക്കാർ ഏറ്റെടുത്ത് പിന്നെ റെക്കോർഡിങ്ങിന്റെ എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. നമ്മള് അങ്ങനല്ല, നമ്മള് സപ്പോർട്ട് ചെയ്യാം. എന്നാലും നമ്മള് സെറ്റ് ആവും. പാട്ട് നമുക്ക് സെറ്റ് ആവൂല ഉണ്ട്, നല്ലോണം സെറ്റ് ആവും. അവള് വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വോയിസ് ഒരു റെക്കോർഡ്, നമ്മളിപ്പോ ഒരാൾക്ക് വോയിസ് കിട്ടുക, വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ശബ്ദം ഒരുമാതിരി തോന്നും. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോ എനിക്ക് ആ പാട്ട് നേരിട്ടുള്ള ഇതിൽ കേട്ടപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആളുകൾ നല്ല 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 അഭിപ്രായമാണ് വന്നത്. കുറെ ആൾക്കാർ എയറിൽ കയറ്റി സ്കൂളിലെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലേ. സാരല്ല, ഒരു കലാകാരനെ വളരാൻ ഫസ്റ്റ് ആരും സമ്മതിക്കൂല. പിന്നെ ഓരോ കൈവ് വെച്ചാണ്ട് ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്താണെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട്. എന്താണ് അത് ഇതാന്നൊക്കെ പറഞ്ഞാണ്ട് വീട്ടിൽ. ഇപ്പൊ ഞാനൊരു നല്ലൊരു സ്റ്റേജിൽ നിങ്ങൾ കാരണം കേട്ടോ, നല്ല സ്റ്റേജിൽ നല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സ്റ്റേജ് തന്നെയാണ്. ചെറിയ സമയം കൊണ്ട് 2 മാസം കൊണ്ട് എനിക്ക് ഏകദേശം 50 സബ് ആവാൻ 50,000 ആൾക്കാർ 1,00,000 ആൾക്കാർ നമ്മളെ കുടുംബത്തേക്ക് വന്ന്. അതേപോലെ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഫസ്റ്റ് ഇപ്പോൾ 70,000 ആളുകൾ ഇപ്പം വ്യൂസ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഉമ്മാൻ്റെ പാട്ടൊക്കെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത്. പിന്നെ അതേപോലെ ഞങ്ങൾ ഈ ചെറിയ കുടുംബത്തെ ഞങ്ങൾ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷം. ഒരിക്കലും എന്നോട് നല്ല നന്ദിയും കടപ്പാടുണ്ട്. പിന്നെ ഈ യൂട്യൂബിലേക്ക് കൊണ്ടുവന്ന കുറച്ച് വ്യക്തികൾ ഉണ്ട്. എൻ്റെ കുറച്ച് ഏതായാലും ഓരൊക്കെ നിങ്ങളെ മുമ്പിലുണ്ടാവും. നമ്മളിത് കാണുന്നവരുണ്ട്, കുറച്ച് നമ്മളൊരു ഗ്രൂപ്പിലുണ്ട്. ഓരോ നമ്മളെ യൂട്യൂബിൽ എത്തിച്ചതും ഇത് ചെയ്യാനുള്ള പ്രായം നമ്മളെ ഈ ഷോർട്ടും മറ്റേ റീൽസും കാര്യങ്ങളായിട്ട് അങ്ങനെ നടക്കിയത്. പിന്നെ നമ്മളെ ഏതായാലും ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ അറിയിക്കുക കാണിക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് തുടങ്ങിയ സംഭവമാണ്. എന്തായാലും നിങ്ങൾ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷം. പിന്നെ വേറെ എന്തെങ്കിലും താങ്കൾക്ക് വരാനുണ്ടോ? പിന്നെ നമുക്കൊരു മോനുണ്ട് കേട്ടോ, ആ വിവരം പറഞ്ഞില്ലല്ലോ. നമുക്കൊരു കുഞ്ഞുവാവുണ്ട്. മോന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. മോനിക്ക് 3.5 വയസ്സായി. ഓൻ നഴ്സറിയിൽ പോയതാണ്. ഓനിക്ക് ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നഴ്സറിയിൽ. ഇന്നലെ വൈകുന്നേരം ഓളപ്പം പോകാൻ വേണ്ടി കരഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് ചെക്കന്. അപ്പം അത് മുളയിലെ നമുക്ക് നുള്ളി കളയണം. പിന്നെ കുട്ടികളെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് അവനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പാരമ്പര്യമായിട്ടുള്ള കുട്ടീന്റെ പാപ്പാന്റെ ഒരു ആ ഒരു സ്വഭാവമൊക്കെ കുട്ടീന്റെ പാപ്പാന്റെ സ്വഭാവത്തില് കൊറേയൊക്കെ കുട്ടി കിട്ടിയിട്ടുണ്ട്. ഇമ്മാതിരി സ്വഭാവങ്ങൾ നല്ല സ്വഭാവമൊക്കെ ഇന്ത്യന്ന് കിട്ടിക്കുന്നത്. അത് വേറെ കാര്യം. അത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പറയാനുള്ളത്? പിന്നെന്താ, അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗിൽ വരുന്നത്. അവസാനമായിട്ട്
അങ്ങനെ ആവാൻ സാധ്യത ഇല്ലാണ്ടിരിക്കട്ടെ. അത് നിങ്ങൾ തീരുമാനിക്കാം. അതെ. പിന്നെ ഞാൻ ഇനി വ്ളോഗിൽ വരണമെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചോളി. അപ്പൊ കൈന്റെ കണ്ണടിച്ചോട്ടി സബ്സ്ക്രൈബ്. അപ്പൊ പിന്നെ വേറെ എന്താ പറഞ്ഞു വന്നി നമ്മള്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ഫാമിലിയാണ്. എല്ലാവരും കുറെ ആൾക്കാർ ചോദിച്ചു കൊണ്ടോട്ടി എവിടെ വീട്. കൊണ്ടോട്ടി ചെറിയ ചുങ്കത്താണ്. അവർക്ക് കുറച്ചുണ്ട് ഇറങ്ങാനുള്ളൂ. പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ വരുന്നത്. ഞങ്ങൾ ആ ഒരു പരിധിയിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഇനി ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഉമ്മയും മരുമകളും മക്കളും എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ചെറിയ കുടുംബമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാം. അപ്പം എല്ലാവരും കൂടിയിട്ട് നമ്മൾ എനിക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് സമയം കിട്ടണില്ല. പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഇരിക്കുമ്പോഴല്ലേ സമയം കിട്ടുക. അപ്പം അതിനുള്ള ചെറിയ പരിമിതികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഉരിയാടാനുള്ളത്? പിന്നെന്താ, ഇന്നെ കുറിച്ചും നമ്മളെ നാടിനെ കുറിച്ചും എന്താ താങ്കൾക്ക് പറയാനുള്ളത്? മലപ്പുറത്തേക്ക് നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ഭാഷക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ നമ്മളിവിടുത്തെ ഇതൊക്കെ രീതികളും ഹോമക്കായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇപ്പം കുറെയൊക്കെ നമ്മളെ ഭാഷയോട് മേച്ചായി വന്ന് അതിന്മാർക്ക് വന്ന സമയത്ത് ഹോമക്കായ എന്തുട്ടൊക്കെടിയത് എന്തുട്ട പറയണ എന്തൊക്കെ ഇപ്പൊ ഓളെ സംസാരം കേട്ടാ മനസ്സിലാവും ഈ മലപ്പുറത്തെ കുട്ടിയാന്ന് മനസ്സിലാവും. തൃശ്ശൂർ ബോർഡറിലുള്ള ആൾക്കാരാണ്. നമ്മള് തൃശ്ശൂർ ഉള്ളോട്ട് പോകുമ്പോഴൊക്കെയാണ് ഇപ്പൊ ആള് പറഞ്ഞമാരുള്ള ആ ഒരു ഇവിടെ ഉമ്മാന്റെ കുടുംബത്തിലുള്ള ഒരു പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനവിടെ പരിപാടിക്കോ വിഷയത്തിനോ പോകും. ഞാൻ അതേമാതിരി തമാശകൾ പലതും പറഞ്ഞു ചിരിക്കും. ഞാൻ ചിലപ്പോ ചിരിച്ചു കൊടുക്കും. ഞാൻ ചിരിച്ചു കൊടുക്കല്ലേ. പിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് അറിയുന്നല്ലോ. ഒന്നും മനസ്സിലായില്ല. തമിഴാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. മലയാളം മനസ്സിൽ രണ്ടിനും ഇടയിൽ ഒരു ഭാഷ ഉണ്ട്. എന്തൊക്കെ സ്പീഡായിട്ട് ഒരു ഭാഷ കുറ്റപ്പെടുത്തലോട്ടോ ഒരു ജില്ലേനെ കുറ്റപ്പെടുത്തല്ല. എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഈ എനിക്ക് അതേമാതിരി കാസർഗോഡ് അറ്റത്തേക്ക് എത്തുന്ന ഓരോ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ഒരു സ്പീഡ് പറയുന്നതുകൊണ്ടായിരിക്കും നമ്മളെ ഭാഷ ഓർക്കും മനസ്സിലാവില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞങ്ങളിപ്പം ഇവിടുന്ന് നാട്ടിൽ നിന്ന് ചിരിച്ച് കളിച്ചാൽ ഓർക്കും മനസ്സിലാവില്ല. അത് ഇതാണ്. ഇവളിപ്പോ നമ്മളതേപോലെ ഇവള് സംസാരിക്കുന്നത് ഓള് തൃശ്ശൂരായിട്ട് ടച്ചും ഇല്ലാത്ത സംസാരം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം സെറ്റായി. ഇപ്പൊ 4-5 വർഷമായില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ കുറെ ചോദ്യങ്ങളൊക്കെ കുറെ വരുന്നതിന്. അപ്പം ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ വീട്ടിലെ കാര്യങ്ങള് മോന് പിന്നെ ഉമ്മ അങ്ങനെ ചെറിയൊരു കുടുംബമാണ്. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇനി ഇന്റെ അടുത്ത ആൾക്കാരാണ് നമുക്കൊരു വ്ളോഗില് കൊണ്ടുവരാം. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവളെ ഉമ്മയൊക്കെ ഉമ്മക്ക് നല്ല സപ്പോർട്ടാട്ടോ. അവളെ കിട്ടാൻ തന്നെ കാരണം അവളെ ഉമ്മയാണ്. അത് പറയാൻ വയ്യ. അവൾ റെഡിയായിച്ച സമയത്ത് അതൊക്കെ നമുക്ക് വലിയൊരു വ്ളോഗായിട്ട് തന്നെ വലിയൊരു സ്റ്റോറിയിൽ പറയാം. പാവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ. അങ്ങനെ ഞങ്ങൾ 5 വർഷം അടുത്ത നവംബർക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമാണ്. അതായത് കൊറോണന്റെ നല്ല ഓർമ്മ ഉണ്ട്. അത് മറക്കില്ല. ഒരു ദുരന്ത ജീവിതത്തിൽ വന്നത് എങ്ങനെ മറക്കുക. അപ്പൊ നവംബറിലാണ് ഞങ്ങൾ ആ ഒരു എന്താ പറയാ ആ നടന്നിന്റെ അതൊരു ദുരന്തം പറയാൻ പറ്റില്ല. നമ്മള് നല്ലൊരു ലൈഫിൽ ഏറ്റവും നല്ല കാര്യം നടന്നു ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം. കാക്കു ജനിച്ച അന്നത്തെ നമ്മുടെ ബർത്ത്ഡേ പോലും സന്തോഷം. അല്ല, എന്റെ ബർത്ത്ഡേ അങ്ങനെ ഒന്നും മറക്കില്ല. എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യം സംഭവിച്ചിട്ടാ. എന്താ അറിയോ, എന്റെ മോന്റെ എന്റെയും പിറന്നാൾ ഒരു ദിവസം. അത് ഈ ലോകത്തിൽ വെച്ചിട്ട് എന്റെ കഴിവുകൊണ്ട് വടി ആ ദിവസം തന്നെ പ്രസവിച്ചത്. അത് ചിലപ്പായിരിക്കും. അത് ഈ ലോകത്തില് കുറച്ച് ആളുകൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് അല്ലേ. ഈ സണ്ണി ലിയോണൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഓളെ ആ ദിവസം ഓളെ കുട്ടീൻ്റെ അന്ന് ബർത്ത്ഡേ ഉണ്ടാക്കി. അതിനിടയ്ക്ക് മഴ പെയ്തപ്പോ ഓടിപ്പോയി ഡ്രസ്സ് എടുത്തേക്കാൻ വേണ്ടി പോയതായിരിക്കും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞതിന് പറഞ്ഞു വന്നു ഓർമ്മയില്ല. എന്തായാലും എന്നെ കുറിച്ച് എനിക്ക് എന്താ പറയാ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ നിന്നാണ്. ഞാന് കുട്ടീന്റെ ബർത്ത്ഡേന്റെ ആളെ ബർത്ത്ഡേന്റെ അന്നത്തെ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ 12 മണിക്ക് വിഷ് ചെയ്യണം എന്നുള്ള ഇതൊക്കെ. അപ്പൊ ഞാൻ അലാറൊക്കെ വെച്ച് കിടന്ന് പിന്നെ അലാറം അടിക്കുന്നത് ആശുപത്രിന്നാ. അലാറം അടിച്ച് ആശുപത്രിയില് അപ്പത്തിനും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ അഡ്മിറ്റ് ആക്കിന്ന്. അപ്പൊ ഞാൻ ഇവിടുന്ന് കോള് വരുന്നത്. ഞാന് തൃശ്ശൂരുമാണ്. ഞാൻ ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടായിട്ട് ഞാൻ ബൈക്കിന്റെ ജീവിതത്തില് ഞാൻ 120-110 സ്പീഡിന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ബൈക്ക് യാത്ര
ഞാൻ ഇവിടുന്ന് ഓടിപ്പോയത്. അവരെ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ഉമ്മ കരഞ്ഞപ്പോൾ ഞാൻ ആംബുലൻസിൽ എടുത്തിട്ട് പോയിട്ടാണ്. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. എൻ്റെ മുമ്പ് വരുന്ന വണ്ടിയോ അപകടമാണ് യാത്രയൊക്കെ. പക്ഷെ ആ സമയത്ത് മുമ്പ് വരുന്ന വണ്ടിയോ ഒന്നും ഓർമ്മയില്ല. റോഡാണോ വണ്ടിയാണോ ഞാൻ എങ്ങനെയൊക്കെ അവിടെ എത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിന ആ സമയം കൊണ്ട്. അപ്പോൾ ഓര് ചോദിക്കുക ഈ വിളിച്ച സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടേനോ എന്ന്. കാരണം നമ്മളെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലേനി. അങ്ങനെ എന്തായാലും എൻ്റെ ജന്മദിനത്തിനന്ന് തന്നെ എനിക്ക് നമ്മളെ ചെക്കനെ തന്ന്. അപ്പോൾ 2 ദിവസം 2 ആളെയും ബർത്ത്ഡേ ഒരു ദിവസം കഴിക്കാനുള്ള ഭാഗ്യം പഠിച്ചുകൊണ്ട് തന്ന്. അത് പറഞ്ഞു തരുന്നത് ഈ കെട്ടിയവനെ കുറിച്ചിട്ട് എനിക്ക് എന്താ നല്ലതും ചീത്തയായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് അടുത്ത ബ്ലോഗ് പറയാം അല്ലേ. ഇത് ഒരുപാട് നീണ്ടു പോകും ആൾക്കാർക്ക്. അപ്പൊ നമുക്ക് അതെ അതെ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് അപ്പൊ ഒരുപാട് നീണ്ടു പോകും. അപ്പം അടുത്ത ബ്ലോഗ് നല്ലതല്ലേ, അടുത്ത ബ്ലോഗിൽ നമുക്ക് ഇനിയും വരും. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും കണ്ടവർക്കും കേട്ടവർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.